തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളൊരു പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ആഗ്രഹമില്ലാത്തത്? ചില പാപങ്ങളൊക്കെ നമുക്കിഷ്ടമാണ്, സൗകര്യം കിട്ടുമ്പോൾ ചെയ്താൽ കൊള്ളാമെന്ന് നമ്മൾ വിചാരിക്കുന്ന പാപങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ആ പാപം ചെയ്യാൻ പദ്ധതിയിട്ട് എല്ലാം ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ കൃത്യസമയത്ത് പ്ലാനൊക്കെ തെറ്റുന്നു, ആ പാപം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വ്യക്തിപരമായിട്ട് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെയ്യാൻ ആഗ്രഹിച്ച പാപങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യിക്കാതെ സ്വർഗം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന അനുഭവം ചിലപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. സുവിശേഷത്തിലുണ്ട് അത്തരമൊരു കാഴ്ച. ഒരു പക്ഷേ യൂദാസ് ചെയ്തതിനേക്കാൾ വലിയ പാപം ചെയ്ത് ക്രിസ്തു ഘാതകരായി മാറേണ്ടിയിരുന്ന ഒരു കൂട്ടരുണ്ട് ഈശോയുടെ ജീവിതത്തിൽ. ആരാണത്? കിഴക്ക് നിന്ന് വന്ന 3 ജ്ഞാനികൾ. അവർ വന്ന വഴിയെ തിരിച്ചു പോയിരുന്നെങ്കിൽ, ഈശോയെ കണ്ടിട്ട് അതേ വഴിയെ, ഏത് വഴിയെ? ഹേറോദോസിൻ്റെ കൊട്ടാരം വഴി തിരിച്ചു പോയിരുന്നെങ്കിൽ ഹേറോദോസ് ലൊക്കേഷൻ മനസ്സിലാക്കി ഈശോയെ വധിക്കുമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവരായി ഈ കിഴക്ക് നിന്ന് വന്ന 3 ജ്ഞാനികൾ മാറുമായിരുന്നു. പക്ഷേ സ്വർഗം തീരുമാനിച്ചു ഇവരാ പാപം ചെയ്യരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരെ വഴിമാറ്റി വിട്ടു. അതുകൊണ്ട് നമുക്കൊരു പുതിയ പ്രാർത്ഥന ഇനി മുതൽ ദൈവത്തിങ്കിലേക്ക് അർപ്പിക്കണം. അതായത്, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് പാപം ചെയ്യാതെ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന്. ഞങ്ങളെ കൊണ്ടാകില്ല. ശരീരത്തിൽ, ഈ ലോകത്തിൽ പ്രലോഭനങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോൾ ഞങ്ങളൊക്കെ പാപത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴും പാപത്തിൻ്റെ സാഹചര്യങ്ങളെ തകർത്തെറിഞ്ഞ്, പാപം ചെയ്യാനുള്ള പദ്ധതികളെ തൂത്തുവാരി ദൂരെ എറിഞ്ഞ് പാപം ചെയ്യാതെ ഞങ്ങളെ കാക്കണേ. ഞങ്ങളെ കൊണ്ടാകില്ല പാപം ചെയ്യാതിരിക്കാൻ. സാഹചര്യങ്ങളെ നീ എടുത്തു മാറ്റി ഞങ്ങളെ നീ വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കണം. ആമേൻ.